കാലിക്കറ്റ് സർവകലാശാല ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിൽ സംവരണം അട്ടിമറിക്കാൻ കൃത്രിമ അധ്യാപക തസ്തികയെന്ന ആരോപണം. അസിസ്റ്റന്റ് പ്രൊഫസറുടെ ഒഴിവിലേക്കാണ് നിയമനം നടത്തേണ്ടിയിരുന്നത്. എന്നാൽ UGC റെഗുലേഷനിൽ ഇല്ലാത്ത 4 തസ്തികകൾ സൃഷ്ടിച്ചാണ് നിയമനം നടത്തിയത്. ഖോ, കബഡി, അത്ലറ്റിക്സ് വിഭാഗങ്ങളിലാണ് അസിസ്റ്റന്റ് പ്രൊഫസർമാരെ നിയമിച്ചത്. സാനിയോ മനോമി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സാനിയോ മനോമി, ഇത് താൽക്കാലിക നിയമനമാണോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇത് താൽക്കാലിക നിയമനമാണ്. പക്ഷേ 2 വർഷമായി, അതായത് 2022 ഇവരെ നിയമിച്ചത്. ഇതുവരെയും ഈ നിയമനം തെറ്റാണെന്ന് കണ്ടിട്ട് കൂടി റദ്ദാക്കാത്തൊരു സാഹചര്യമാണുള്ളത്. അതായത് കാലിക്കറ്റ് സർവകലാശാലയിലെ തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിലെ ഒരു വിദ്യാർത്ഥിനി നൽകിയ വിവരാവകാശ രേഖ പ്രകാരമാണ് സംവരണം അട്ടിമറിക്കാനാണ് ഇത്തരത്തിൽ കൃത്രിമ അധ്യാപക തസ്തിക സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. നിയമനം നടത്തേണ്ടിയിരുന്നത് അസിസ്റ്റന്റ് പ്രൊഫസറുടെ ഒഴിവിലേക്കാണ്. എന്നാൽ സംവരണം അട്ടിമറിക്കുന്നതിന്റെ ഭാഗമായി, അതായത് അസിസ്റ്റന്റ് പ്രൊഫസറുടെ 4 തസ്തികകൾ ഉണ്ടാകും. അതിൽ സംവരണം അട്ടിമറിക്കുന്നതിന്റെ ഭാഗമായി ഖോ, കബഡി, അത്ലറ്റിക്സിൽ 2 എന്നിങ്ങനെ അസിസ്റ്റന്റ് പ്രൊഫസർമാരെ നിയമിക്കുകയാണ് ചെയ്തത്. 2022 നിയമനം ഇതുവരെയും റദ്ദാക്കിയിട്ടില്ല. നിയമനത്തിന് ശുപാർശ ചെയ്ത അധ്യാപകൻ മാതൃ സർവകലാശാലയായ കാലടിയിലേക്ക് മടങ്ങിപ്പോയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് ഈ ഒരു RTI രേഖകളൊക്കെ പുറത്തു വന്നപ്പോൾ നടപടി ഉണ്ടാകുമോ എന്നൊക്കെ ഭയന്നാണ് പുറത്തേക്ക് പോയത് എന്നാണ് അവിടുത്തെ വിദ്യാർത്ഥികൾ തന്നെ പറയുന്നത്. വിദ്യാർത്ഥികൾ നമ്മളോട് സംസാരിക്കുമ്പോൾ അവർക്ക് മാനസികമായ പല പീഡനങ്ങളും ഈ അധ്യാപകനിൽ നിന്ന് ഏൽക്കേണ്ടി വന്നു ഈ ഒരു നിയമനത്തെ ചോദ്യം ചെയ്തതുകൊണ്ട് എന്നും പറയുന്നുണ്ട്. ഏതായാലും ജനറൽ വിഭാഗത്തിലാണ് ഇത്തരത്തിലൊരു തസ്തികകൾ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തസ്തിക കൊടുക്കേണ്ടിയിരുന്ന SC വിഭാഗത്തിലുള്ള ആളുകളെ അട്ടിമറിച്ചുകൊണ്ടാണ് ജനറൽ വിഭാഗത്തിന് തസ്തിക കൊടുത്തിരിക്കുന്നതെന്നാണ് നമുക്ക് ഈ RTI പ്രകാരം മനസ്സിലാകുന്നത്. ഓക്കെ, സാനിയോ മനോമിയാണ് വിവരങ്ങൾ നൽകിയത്. ഓക്കെ, താങ്ക് യു സാനിയോ മനോമി. എന്തായാലും അട്ടിമറിക്കാൻ ചിലർ ഇറങ്ങുന്നു എന്നുള്ളതാണ് നല്ല സന്തോഷമുള്ളൊരു വാർത്തയുടെ കാര്യത്തിൽ നമുക്ക് പ്രേക്ഷകരോട് പങ്കുവയ്ക്കേണ്ടി വന്നത്. തിരൂരിൽ നിന്ന് സിവിൽ സപ്ലൈകോയുടെ ഗോഡൌണിൽ നിന്ന് അരിയടക്കമുള്ള ധാന്യങ്ങൾ കട്ട വാർത്തയാണ്. മറ്റൊന്ന്, കാലിക്കറ്റ് സർവകലാശാലയിൽ UGC റെഗുലേഷനിൽ ഇല്ലാത്ത, UGC ചട്ടത്തിലില്ലാത്ത 3 അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകൾ താൽക്കാലികമായി നിയമിച്ചു എന്ന വാർത്തയുമാണ്. ഇപ്പോൾ സാനിയോ മനോമിയാണ് കോഴിക്കോട് നിന്നും ആ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.